നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു വലിയ പ്രൊമോഷനാണ് സാങ്ഷൻ ആകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്യോഗക്കയറ്റം ലഭിക്കുകയാണ്. ഇതുവരെയും ഉമർ ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നു, ഫാത്തിമ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. കുട്ടിത്തത്തിൻ്റെയും കൗമാരത്വത്തിൻ്റെയും യുവത്വത്തിൻ്റെയും ഒക്കെ ചാബല്യങ്ങളും കളിതമാശകളും ഒക്കെയായി കഴിഞ്ഞുകൂടിയവർ ഇന്നു മുതൽക്ക് കാര്യത്തിലേക്ക് കടക്കുകയാണ്. അവര് ഭാര്യയും ഭർത്താവും ആവുകയാണ്. അവർ രണ്ടുപേരും ഒന്നിച്ച് കുടുംബത്തെ നയിക്കാൻ പരസ്പരം കരാറിൽ ഏർപ്പെടുകയാണ്. ഇതൊരു വലിയ ഭാരം ചുമക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ ഇന്ന് അവർ പുതിയാപ്പിളയും പുതിയ പെണ്ണുമായി ഭാര്യാഭർത്താക്കന്മാരായി മാറുമ്പോൾ താമസിയാതെ അവര് ഉപ്പയാകാൻ പോവുകയാണ്, ഉമ്മയാകാൻ പോവുകയാണ്. കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ആ ഉത്തരവാദിത്തങ്ങളുടെ ഒക്കെ രംഗങ്ങളിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ അറിഞ്ഞ് അള്ളാഹുവിന്റെ നിയമങ്ങൾക്കനുസൃതമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളും ചര്യകളും ഒക്കെ പിന്തുടർന്നുകൊണ്ട് തങ്ങളുടെ ദൗത്യത്തെ നിർവഹിക്കാൻ തയ്യാറാകുമ്പോൾ അവരെ നയിക്കുന്ന കുടുംബം സുന്ദരമാകും, സുഖകരമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുരുഷൻ തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ രംഗത്ത് അവൻ പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചിട്ട് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിൽ തന്നെ അല്ലാഹു തആല ഒരു പുരുഷൻ ആരാണ്, ആ പുരുഷന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ആ പുരുഷനുമായി ബന്ധപ്പെട്ട് അവന്റെ കുടുംബം, അവന്റെ സമൂഹം, അവന്റെ വ്യക്തിബന്ധം, അവന്റെ സംഘടിത ജീവിതം, ഇതിലൊക്കെ അവൻ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, അവിടെയൊക്കെ പുലർത്തേണ്ട മാന്യതകൾ എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൽ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. അർരിജാൽ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്, അവർക്കുണ്ടാകേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, അവര് ഡെവലപ്പ് ചെയ്യേണ്ട അവരുടെ പേഴ്സണാലിറ്റി എന്തൊക്കെയാണ്. സാധാരണഗതിയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവന്റെ വ്യക്തിത്വ വികാസത്തിന് അവൻ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ആ വ്യക്തി ഭർത്താവായി തീരുമ്പോൾ കൂടുതൽ ബാധ്യത അവനിൽ വരികയാണ്, അവിടെ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ആ വ്യക്തി കുറച്ചുകൂടി വളർന്ന് അവൻ ഉപ്പയായി മാറുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സൂറത്തുൽ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർജാൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഈ വാക്കിലൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് തത്വങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. ആ തരത്തിൽ ഖുർആൻ പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത നല്ല പുരുഷനായി മാറാൻ, നല്ല വരനായി തീരാൻ, നല്ല കുടുംബനാഥനായി മാറാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉമറിന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യാം. ദുആ മാത്രം പോരാ, ആ ദുആയോടൊപ്പം നമ്മൾ അറിഞ്ഞ് അമൽ ചെയ്യുക എന്ന ബാധ്യതയും ഉത്തരവാദിത്വവും നിർവഹിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുരുഷൻ തന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി തന്റെ ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ പാലിക്കേണ്ട മര്യാദകൾ, ആ ഇണയെ സ്വീകരിക്കുന്നതിൽ പാലിക്കേണ്ട മര്യാദകൾ, ആ ഇണയുമായി ഒത്തു ജീവിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ നായകൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ബാധ്യതകൾ എന്തൊക്കെയാണ്. പെണ്ണിനെ ഇണയായിട്ടാണ് നീ സ്വീകരിക്കുന്നത്, പെണ്ണിനെ അടിമയാക്കുകയല്ല ചെയ്യുന്നത്, പെണ്ണിനെ പടച്ചവന്റെ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നീ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പടച്ചവനെ ഭയന്നുകൊണ്ട് അവളോടുള്ള ബാധ്യതകളും ധർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ നിനക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ എല്ലിനാൽ പടയ്ക്കപ്പെട്ടവളാണ്. നീ അവളെ ഒറ്റയടിക്ക് നിവർത്താൻ ശ്രമിച്ചാൽ ഒടിയാനാണ് സാധ്യത, നിവരൂല. അതുകൊണ്ട് വളരെ നയപരമായി, തന്ത്രപരമായി, സ്നേഹവാത്സല്യങ്ങളിൽ അധിഷ്ഠിതമായി, സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലൂടെ ആ ഇണയെ സ്നേഹം കൊണ്ട് ഭരിക്കാൻ, നയിക്കാൻ നിനക്ക് സാധിക്കണം. അപ്പോഴാണ് നിന്റെ കുടുംബം ഭദ്രമാവുക, വിജയകരമാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പുരുഷൻ എന്ന നിലയിൽ ആണത്വം പ്രകടിപ്പിക്കണം. എന്നാൽ ആ ആണത്വം കൈക്കരത്തിലൂടെ ആകരുത്, മുഷ്ടി ചുരുട്ടിയിട്ടാകരുത്, മുഖം വീർപ്പിച്ചിട്ടാകരുത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുരടൻ സ്വഭാവത്തിലൂടെ ആകരുത്. നിന്റെ ആണത്വം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം, വാത്സല്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നിന്റെ മനസ്സിൽ ഒപ്പിച്ചിട്ട് നിന്റെ ഇണയെ ചലിപ്പിക്കാൻ നിനക്ക് സാധിക്കണം. അവിടെയാണ് നിന്റെ മഹത്വം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞ വചനത്തിൽ ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ല പുരുഷൻ ആരാണ്? നാട്ടുകാരുടെ ഇടയിൽ നല്ലവനായി അറിയപ്പെടുന്നവനല്ല, മറിച്ച് കുടുംബത്തിൽ ഭാര്യ മക്കളോട് നല്ല നിലയിൽ പെരുമാറുകയും അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ല പുരുഷനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതുപോലെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം അവൾ കടന്നു വരുന്നത് കുടുംബ ജീവിതത്തിലേക്കാണ്. കളിയും തമാശയും ഒക്കെ മാറ്റിവെച്ച് കാര്യങ്ങളിലേക്കും ഗൗരവതരമായ ജീവിത ഭാരങ്ങളിലേക്കുമാണ് കടന്നു വരുന്നത്. അവള് സ്വീകരിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഇണയായി, സഖാവായി, സുഖദുഃഖങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള ഒരു പങ്കാളിയെയാണ്. ഉമറിനെ സ്വീകരിക്കുമ്പോൾ പടച്ചവനെ ഭയന്നുകൊണ്ട് അവൻ പഠിപ്പിച്ച നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്
അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനവും ശാന്തിയും നൽകി ജീവിതത്തിന് സന്തോഷം പകരുന്ന നിലയിലുള്ള ഐശ്വര്യം പകരുന്ന ആശ്വാസവും സാന്ത്വനവും പകരുന്ന തരത്തിലുള്ള ഒരു നല്ല ഇണയായി വളരാനുള്ള ഉത്തരവാദിത്വം, തിരിച്ചറിവ്, ബോധം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമയ്ക്ക് ഉണ്ടാകണം. അങ്ങനെയാകുമ്പോൾ ഈ ഇണകളുടെ ഇടയിലുള്ള ഇണക്കം അവരുടെ കുടുംബത്തെ ഭദ്രമാക്കും. ആ ഭദ്രമായ കുടുംബ ജീവിതത്തിൽ സ്നേഹം തുളുമ്പും, വാത്സല്യം ഉണ്ടാകും. ഒരുപക്ഷെ ഭൗതികമായ വിഭവങ്ങൾ ഇല്ലാത്തപ്പോഴും സാമ്പത്തികമായോ മറ്റിതര